സാധാരണക്കാരെ പ്രശസ്തരാക്കാനും പ്രശസ്തരെ വലിച്ച് താഴെയിടാനും ജനങ്ങൾക്ക് ഇന്ന് എളുപ്പമാണ്. ഒരു വെള്ളിയാഴ്ച കൊണ്ട് സിനിമാ താരങ്ങളുടെ ഭാവി മാറി മറിഞ്ഞേക്കാന്ന് പണ്ട് പറയാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ക്ലിക്ക് കൊണ്ട് ഇൻഫ്ലുവൻസർമാരുടെ ജീവിതം മാറി മറിയും എന്ന പ്രയോഗം കൂടുതൽ ഉചിതം. ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ അവസ്ഥ ഇങ്ങോട്ടാണോ എന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യം. വിവാദ പരാമർശത്തിന് ശേഷം ദിയ കൃഷ്ണയുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു. മുമ്പും ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ശക്തമായ എതിർപ്പ് ആദ്യമായിട്ടാണ് ദിയ നേരിടുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ ദിയ തയ്യാറായിരുന്നില്ല. താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മൂന്നാംകിട മീഡിയകളിലെ വീഡിയോ കണ്ട് താൻ വിലയിരുത്തുന്നവരെ താൻ കാര്യമാക്കാറില്ലെന്നും ദിയ കൃഷ്ണ പറഞ്ഞു. എന്നാൽ ദിയ വാശി കാണിച്ചപ്പോൾ അതിലേറെ വാശി വ്യൂവേഴ്സും കാണിച്ചു. തുടരെ വീഡിയോകളിട്ട വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ദിയ ശ്രമിച്ചിട്ടും നടന്നില്ല. കൂട്ടമായി ദിയയുടെ യൂട്യൂബ് ചാനൽ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്തു. കണക്കുകൾ നോക്കിയാൽ 20,000 പേർ ഇതിനോടകം അൺസബ്സ്ക്രൈബ് ചെയ്തു. വലിയ കൊഴിഞ്ഞുപോക്കാണ് ഉള്ളത്. 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ദിയയ്ക്ക് മുമ്പ് എങ്കിൽ ഇപ്പോൾ 1.48 എത്തിയിരിക്കുന്നു. പഴയതുപോലെ വ്യൂസുമില്ല. വലിയ ഇടവേളയില്ലാതെ തുടരെ വീഡിയോകൾ പങ്കുവച്ചിട്ടും ഫലമുണ്ടായിരുന്നില്ല. ബ്ലോഗിൽ വരുന്നതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്യുന്നതിൽ ഇതിനിടെ ദിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങനെയാണെങ്കിൽ വലിയ കുറവ് വ്യൂവേഴ്സിൽ ഉണ്ടാകും. കാരണം അത്രയധികം നെഗറ്റീവ് കമന്റുകളുണ്ട്. ഹെയ്റ്റ് ക്യാമ്പയിൻ ദിയെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രേക്ഷകരും വരുന്നുണ്ട്. വിഷയത്തിൽ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയോ സഹോദരിമാരോ ഇടപെടാൻ സാധ്യതയില്ല. കാരണം ഇവർ ഇവരുടേതായ വിഷയങ്ങളിൽ ഹേറ്റ് കമന്റുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡാമേജ് കൺട്രോളിനായി ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ പതിവ് രീതിയിലുള്ള ഉപദേശവാക്കുകളുമായി വന്നേക്കാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നേരിടാൻ ഇത് മതിയാകുമോ എന്ന സംശയമാണ്. അശ്വിൻ്റെ അമ്മയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾക്ക് അയവുണ്ടാകാം. എന്നാൽ ഇവരത് തയ്യാറാകും എന്നും വ്യക്തമല്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങാറുണ്ട്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ദിയ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കണ്ടന്റുമായി എത്തിയാൽ പലരും എല്ലാം മറന്ന് ദിയയെ വീണ്ടും സ്വീകരിക്കും.